വെക്കേഷൻ അപ്പൊ നമ്മൾ എത്തിയിട്ടു അപ്പൊ ഫോൺ ഉണ്ട് അപ്പൊ എന്താ പോന്നെ എവിടെ പോന്നെ ഇതൊക്കെ പോണോ എവിടെ പോന്നെ നമ്മള് ഐക്യ കൈറ്റ് പോണം ഓക്കെ അപ്പൊ ദിതുമോൾ ഓൾറെഡി ഇൻട്രോ കൊടുത്തോണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ ഞങ്ങൾ ഐക്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എൻ്റർ ആയതും കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ കുട്ടി കുട്ടി കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ക്യൂട്ടാണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആണ്. പിന്നെ ഐക്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് റീറ്റെയിൽ ഫർണിച്ചർ സ്റ്റോർ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് മെയിൻലി ഫർണിച്ചർ, ഹോം ആക്സസറീസ്, ഓർഗനൈസർ, അതുപോലെ തന്നെ കിച്ചൺ അപ്ലിയൻസസ്, ഡെക്കറേഷൻ ഐറ്റംസ് ഇങ്ങനത്തെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ മെയിൻ ഇവർ സെല്ല് ചെയ്യുന്ന റെഡി ടു അസംബിൾ ഫർണിച്ചർ ആണ് കേട്ടോ. പിന്നില്ലേ ഇവിടെ നമുക്ക് 2 ഫ്ലോർ ആണ് കാണാൻ പറ്റുന്നത്. മേലത്തെ ഫ്ലോറിൽ മൊത്തം ഫർണിച്ചർ ആണ് കേട്ടോ. ഫർണിച്ചർ മാത്രമല്ല, ഓരോ റൂമും അവർ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ താഴത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മേലെ കൊണ്ടുപോവാം. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പ്ലേ ഏരിയ അവൈലബിൾ ആണ് കേട്ടോ. അത് 1 hour ഫ്രീ ആണ്. നമുക്ക് അഥവാ കാര്യമായിട്ട് ഷോപ്പിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അവിടെ ആക്കിയിട്ട് പോവാം. 1 മണിക്കൂറിന് ശേഷം പേയ്മെന്റ് ഉണ്ട്. അത് എത്രയാ എന്താന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ പെയിന്റിങ്ങിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അവിടെയും നമുക്ക് കുട്ടികളെ ആക്കാം. പിന്നെ ദിതുമോക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അവളെ പ്ലേ ഏരിയയിലാക്കിയിട്ടില്ല, കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് മേലെ പോവാം. വാ. അങ്ങനെ ഞങ്ങൾ ഐക്യന്റെ ഉള്ളിലെത്തി കേട്ടോ. ഇപ്പം ഷോപ്പിംഗ് തുടങ്ങിയതേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടെ ഒരു സാധനം കണ്ടോ, 59 dirhams ആണ് കേട്ടോ. ടീ പോട്ടാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ, കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു വാങ്ങണം. ഇത് നമുക്ക് സ്റ്റൗലൊക്കെ വെച്ച് കുക്ക് ഇത് അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഒന്നും ആവൂല. നല്ല വെറൈറ്റി പത്രാണല്ലേ. 15 സെറാമിക് ആണ്. ഇതിന്റെ വലിയതൊക്കെ ഉണ്ട്. വലിയതിന് 60 dirhams ആയിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നല്ല ഹാൻഡിൽ ണ്ടോ. നമുക്ക് ടീ പൗഡർ ഇട്ട് വെക്കാൻ ഷുഗർ നല്ലുണ്ട്. 29 dirhams ആട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ഐക്യയിൽ വന്ന ഈ ഏരിയയിൽ ഇങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ബൾക്കായിട്ട് ഓഫറിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണുന്നില്ല, സ്പൂൺ ഫോർക്ക് ഓർഗനൈസർ ആണ്. പ്രൈസ് ഏകദേശം 3.45 dirhams അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളി ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് നമ്മളെ റോളർ എന്ന് പറയും, ഡ്രസ്സിലൊക്കെ പൊടിന്റെ എടുക്കുന്നത് ശരിക്കും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ടിഷ്യൂ, സിപ്ലോക്ക് കവർ, അതുപോലെ തന്നെ സ്പൂൺ ഹോൾഡർ, പിന്നെ പ്ലേറ്റ്സ് ഒക്കെ 2 to 3 dirhams നല്ല അടിപൊളി പ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു ഏരിയ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഐക്യ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് എന്തായാലും ഉള്ളോട്ട് പോവാം. ഇതെന്താ അറിയോ, കത്തി ഷാർപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. ഷാർപ്പനർ കത്തിന്റെ നമുക്കൊരു ഗ്രേറ്റർ എടുക്കാം. ഇത് എവിടെ വന്നിട്ടുള്ളത്? കത്രിയ. ഇപ്പൊ നമ്മള് കിച്ചൺ അപ്ലിയൻസസ് സെക്ഷനിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കിച്ചണിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. എന്താ കിട്ടുന്നില്ല ചേച്ചി ഒന്നും പറയാനില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പൊ മെയിൻലി സ്റ്റോറേജ് സൊല്യൂഷൻ, കെറ്റിൽ, ടോസ്റ്റർ, പിന്നെ കുക്ക്വെയർ സെറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. കുക്ക്വെയർ സെറ്റ് ഇവിടെ ഓഫേഴ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. അതിനെല്ലാം കുറച്ചധികം പ്രൈസും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് കുറേ വെറൈറ്റിയിൽ കാണുന്നുണ്ട് കേട്ടോ.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറെ കമ്പനീസ് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഐക്യ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ടോട്ടൽ പ്രൈസിന് ഒരു 15% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാർഡ് ഇല്ല, നമ്മളെ കസിൻ ബ്രദറിന്, ഹസ്ബൻഡിന്റെ കസിൻ ബ്രദറാണ്, അവർക്ക് ആ കാർഡ് ഉണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് അവരെ കൂട്ടാറുണ്ട്. അപ്പം നമുക്കും 15% അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ. റോള് വെക്കുന്നതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൗ ഫാർ ക്യാൻ യു ജംപ്. ജംപ് ചെയ്ത് നോക്കാം. 1 2 3 2 3. ഓക്കെ, വെരി ഗുഡ്. 6 ആയി. ഇനി 7 8. ഗുഡ്. കംപ്ലീറ്റ് ആയത് ഇത് പോയിരുന്നു. ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് സൂപ്പറാ. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് ഐക്യയില് ഇതെല്ലാം കേർട്ടൻസിന്റെ ഏരിയ ആണ്. ഇങ്ങനെ ഓരോ ഏരിയ ആണ് കേട്ടോ വരുന്നത്. മേലെ ഇല്ലേ മൊത്തം ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. എന്താ പറയാ, ഹാളാണെങ്കിൽ നമുക്കിപ്പോ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ കിച്ചണൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഞാൻ എന്തായാലും ഇത് ഈ ഒരു ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് മേലെ കൊണ്ടുപോകാം. അത് നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വന്ന ഒരു 3-4 മണിക്കൂർ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. എത്രത്തോളം ഉണ്ട്. എന്നാലും നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഉള്ളത് ഈ ബാസ്ക്കറ്റിന്റെ സെക്ഷനിലാണ് കേട്ടോ. ബാസ്ക്കറ്റ്, ഇത്രത്തോളം ബാസ്ക്കറ്റ് ഉണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞ. സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ബാഗ് അടക്കം ഉണ്ട് കേട്ടോ, ഓർഗനൈസർ, അതുപോലെ തന്നെ നമുക്ക് ഡെക്കോറിന് വെക്കാനും. ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂട്ട്. ഇതൊക്കെ കണ്ടോ, വലിയ കൊട്ട. പണ്ടൊക്കെ നമ്മള് എന്താ നാട്ടിൽ കാണാൻ പറ്റുന്ന കൊട്ട, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് മൊത്തം ലൈറ്റിന്റെ ഏരിയ ആണ് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് ഇങ്ങനത്തെ കുറെ വെറൈറ്റി ലൈറ്റ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. നല്ല എന്താ ബാക്കി സംഭവം മനസ്സിലായി. എങ്ങനെ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോന്ന്. ഇനി താഴത്ത് പൊട്ടിക്കണ്ട. പറഞ്ഞല്ലേ, ഇനി നമുക്ക് ഇവിടെ വെച്ചാലും കുറവാ. നല്ല ലൈറ്റിങ്, നല്ല രസമാണ്. ഫോട്ടോ കണ്ട? ഫോട്ടോ അല്ല, ഫോട്ടോ ഫ്രെയിം. ഫ്രെയിം കണ്ടല്ലോ.
ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടായ? സൂപ്പറാ? സൂപ്പറാണ്. നമ്മൾ രണ്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാ പോവാ. ബാ രണ്ട് ഐസ്ക്രീമില് സുധരണടാ. എന്റെ ഇവിടെ 3 അന്തരം ഐസ്ക്രീം കിട്ടും കേട്ടോ. അന്തരംസ് പറഞ്ഞാൽ ഏകദേശം 23 റുപ്പീസ് ആയിട്ട് വരും. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായാ? ഇനി ഞങ്ങൾക്ക് മേലെ പോവാം. മേലെ അവരിങ്ങനെ ഓരോ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും നമുക്ക് അതൊക്കെ കാണാം. നല്ല ഭംഗിയാട്ടോ. അപ്പൊ അങ്ങോട്ട് പോയി. ഇത് മുകളിലെ ഭാഗമാണ് കേട്ടോ. ഐസ്ക്രീം കഴിച്ച് നാവൊക്കെ തയ്ച്ചു പോയി. ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ. അങ്ങനെ ഞങ്ങൾ ഐക്യന്റെ ഫേർണിച്ചർ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ സോഫ പിന്നെ ചെയർസിന്റെ സെക്ഷൻ ആണ്. സോഫന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ വന്നാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, അത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഓഫറൊന്നും നടക്കുന്നില്ല. ഓഫർ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടി റീസണബിൾ പ്രൈസിന് അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് 1 BHK അവർ ഇന്റീരിയർ ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു 2-3 റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കയറുന്നത്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. അപ്പൊ കയറുമ്പോൾ സോഫ അതുപോലെ തന്നെ TV, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ക്യാബിനറ്റ്, അതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങൾ അടക്കം അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സാധനത്തിനും ടാഗുണ്ട്, പ്രൈസും ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര പ്രൈസ് ആണെന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോട്ടോ, ആ ടാഗിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് 1 BHK ആയതുകൊണ്ട് റൂം, ആ റൂമിലോട്ട് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ട ഒരു എന്താ പറയുക ബെഡ് സ്പേസ്, അതുപോലെ തന്നെ ഡൈപ്പർ ചേഞ്ചിങ് ഏരിയ, അങ്ങനെ വാളിന് വേണ്ട ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എന്താ ഇല്ല എന്ന് പറയാനില്ല. പിന്നെ ഹാളില് ഡൈനിങ് ഏരിയ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വാഷ്റൂം ആണെങ്കിലും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ വന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ 2-3 റൂം അവര് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ആണ് കേട്ടോ. കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 കിച്ചൺ സെക്ഷൻ അവർ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബ്രൗൺ തീം, അതുപോലെ തന്നെ ഗ്രേ ആയിട്ടെല്ലാം നല്ല ഭംഗിയില്ലേ. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ വേണോ കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ട്, ഇവിടെ വന്ന് നോക്കിയാലും ഒരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുന്ന ഓഫീസ് റിലേറ്റഡ് സാധനങ്ങളാണ്. ഓഫീസ് ചെയർസ്, ഡെസ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് പുറത്തു പോയാലോ? കുറെ നടന്ന് തളർന്നു ശരിക്കും പറഞ്ഞാല്. അപ്പം ഈ ഒരു ഫർണിച്ചർ സെക്ഷനിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഹസ്ബൻഡും കസിനും, അതുപോലെ തന്നെ കസിൻ ബ്രദറാണ്. എൻ്റെ മോളും പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ഓരോ ഓട്ടത്തിന് വീഡിയോ എടുത്തിട്ട് വരാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. ഞാൻ ഐക്യയിൽ കുറേ തവണ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തതാ കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങുക. ഇവിടെ പുറത്തിറങ്ങിയതും ഫുഡ് കോർട്ട് കാണാം നമുക്ക്. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ, പുറത്തുനിന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. പ്രൈസ് ഭയങ്കര ഇഷ്ടല്ലേ? അല്ല ഇത് ഇതിന് ഇഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച്, ഇഷ്ടപ്പെട്ടിട്ട് ഇന്നത്തെ പോലെ ലൈക്ക് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.